ഹേ ഗായ്സ്, അങ്ങനെ നമ്മൾ അവിടുന്ന് യാത്രയൊക്കെ തിരിച്ച് വഴിയോരങ്ങളിലെ കോടയൊക്കെ ആസ്വദിച്ച് നമ്മൾ അടുത്ത ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. അതാണ് കേശവമ്പാറ വ്യൂ പോയിന്റ്. പക്ഷേ ഇവിടെ നമ്മൾ എത്തിയപ്പോൾ കുറച്ച് സമയം വൈകിപ്പോയി. നമ്മൾ വണ്ടി കച്ച് ചെന്നെങ്കിലും നമ്മളോട് പറഞ്ഞു നോ എൻട്രി ചെയ്യുന്നു. കാരണം അത് 5 മണിയായിട്ടുള്ള ഇത്രേ. നമ്മൾ ഈ 5 മണിക്ക് എന്തിനാ അങ്ങനെ അത് ക്ലോസ് ചെയ്ത വിഷമത്തിൽ നാലുപേരുള്ള കാഴ്ചകളൊക്കെ കണ്ട് മെല്ലെ ഞാൻ നടന്നു. അപ്പോൾ നേരെ അതിൻ്റെ മുമ്പിൽ അത്ര നമ്മൾ ഏവിയേറ്റർ ഫാക്ടറി ഉള്ളത്. അങ്ങനെ നോക്കി നോക്കുമ്പോൾ അത് കാണാൻ ഞാൻ ചൈനുള്ളിൽ ചെന്നപ്പോൾ അതും വിസിറ്റേഴ്സ് നോട്ട് അലൗഡ്. അങ്ങനെ കണ്ടതെല്ലാം മുഞ്ചിരിക്കും. നമ്മൾ ആ തേയിലത്തോട്ടത്ത് കൂടെ നടന്ന് അപ്പോഴാണ് തേയിലം അങ്ങേര് പൂണ്ടാവും എന്നുള്ളത് ഞാൻ കണ്ടത്. നിങ്ങളാരിലെ കണ്ടിക്കണമെങ്കിൽ ഒന്നും ചെയ്യാനില്ല, അറിഞ്ഞിരിക്കുക. പിന്നെ നമുക്ക് ഇനി വേറെ വലിയ പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ മെല്ലെ അവിടെയുള്ള കോടകളും ഇതൊക്കെ ആസ്വദിച്ച് ആ ഗ്രാമത്തിൽ കൂടെ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്നു. അപ്പോഴേക്കും കോടയുടെ ശക്തിയെ കുറച്ച് കൂടി ഒന്നുകൂടെ കാണാൻ നല്ല ഭംഗിയുണ്ട്. അടുത്തുള്ള ആരാന്ന് പോലും തിരിച്ചറിയുന്നില്ല. പിന്നെ ആ തണുപ്പൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടി അടുത്തുള്ള ചായക്കടയിൽ പോയി ചാടിക്കാൻ തീരുമാനിച്ചു. അവിടെയാണെങ്കിൽ ആകളുടെ ചെറിയ 2 പെട്ടിക്കടകളാണ്. അവിടെയാണെങ്കിൽ അവിടെയുള്ള ജനസമൂഹം മൊത്തം ഉണ്ട്. പിന്നെ ഇത് അവിടെ ചായക്കടയിൽ സ്ഥിരം വരുന്ന ഒരു കസ്റ്റമറാണ്. നമ്മളെ ചായ വന്നപ്പോൾ തന്നെ നമ്മൾ ആ മെല്ലൻ എടുത്തിട്ട് ഒരു സൈഡിൽ നിന്ന് കുടിക്കാൻ തീരുമാനിച്ചു. ഈ തണുപ്പത്തുനിന്ന് ചാടിക്കാൻ പ്രത്യേക ഒരു ഫീലാണ് കേട്ടോ. ആ ഒരു ഫീലിന് വേണ്ടി മാത്രമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ വൈകുന്നേരങ്ങളിൽ ഇവിടെ ഒന്ന് ചാടിക്കാം. ഇനി ഇവിടെ തൊള്ളയും വിളിച്ച് നിന്നിട്ട് കാര്യമൊന്നും ഇല്ലാന്നുകൊണ്ട് നമ്മൾ വല്ല വണ്ടി കയറി പുറപ്പെട്ടു. പിന്നെ ഇനി കാണാൻ ലൊക്കേഷനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നേരെ പെരേക്കാണ് പോകുന്നത്. പക്ഷേ ആ പോണ വഴിയിൽ നേരത്തെ നമ്മൾ കണ്ടിരുന്ന വ്യൂകളൊന്നും ഇപ്പം നമുക്ക് കാണാൻ പറ്റില്ല. കാരണം അത്രയും കോട മൂടിക്കണം. നേരത്തെ നമ്മൾ ആനക്കുട്ടിയെ കണ്ട സ്ഥലത്തൊക്കെ നമ്മളൊന്ന് വെറുതെ ഇറങ്ങി നോക്കി. അവിടെ ആകെ കോട മൂടി ഒന്നും കാണാണ്ടായി. പിന്നെ നേരത്തെ ഞങ്ങൾ മാത്രമേ ചാടിച്ചുള്ളതുകൊണ്ട് അടുത്ത എല്ലാവർക്കും കൂടെ ചാടിക്കാൻ വേണ്ടി അടുത്ത ചായക്കടയിൽ എത്തിയപ്പോൾ അവിടെ നിർത്തി. അവിടുന്ന് പിന്നെ വല്ല വേണ്ട സാധനങ്ങളൊക്കെ എടുത്ത് ഒരു ചായ ഓർഡർ ചെയ്ത് മെല്ലൊരു സൈഡിൽ പോയിരുന്ന് കുടിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ ഓക്കെ, ഞാൻ പോയി ചാടിക്കട്ടെ.